എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായി ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ ഇൻഫ്ലുവൻസറിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഒരു ബസ് ഡ്രൈവറിന്റെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കേൾക്കാൻ വീഡിയോ കാണുന്നവർ സ്കിപ്പ് അടിച്ചു പോവുക. ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയാനൊന്നും ഞാനാണല്ല. കാര്യം എനിക്ക് അവരെ അറിയില്ല. എന്നാൽ ഒരു ഡിവോഴ്സ് പോലും കൊടുക്കാതെ ഒളിച്ചോടുന്നത് മോശമായ കാര്യമാണ്. എന്നാൽ ഒരു ഡിവോഴ്സ് പോലും കൊടുക്കാതെ ഒളിച്ചോടുന്നത് മോശമായ കാര്യം തന്നെയാണ്. അവർക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. എന്നാൽ അത് നിയമപരമായി ചെയ്താൽ വളരെ നല്ലതാണ്. ഇത്ര നാണക്കേടുണ്ടാവില്ല. ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ഞാൻ കാണുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യകാലം മുതൽ, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കാലം മുതൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് എനിക്ക് ഇടയ്ക്ക് റെക്കമെൻഡേഷൻ വരും, ഇരുന്ന് കാണും, എന്റർടൈൻഡ് ആണ്. ചിലതൊക്കെ അത്ര എന്റർടൈൻഡ് അല്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കാം. അപ്പം ഇങ്ങനെ കാണും, സ്ക്രോൾ ചെയ്യുമ്പോൾ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ 3 പേർ ചേർന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകൾ വരും, കാണും, അങ്ങനെ പരിചിതനാകുന്നു. പിന്നെ സ്ഥിരം വീഡിയോകൾ കാണുന്നു. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി കൂടി വരുന്നു, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നു. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നത്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. അദ്ദേഹം നേവിയൊക്കെ വിട്ടിട്ടാണ് ഈ ഒരു യൂട്യൂബ് എന്ന പ്രൊഫഷനിലേക്ക് എത്തിയത്. ഇൻസ്പിറേഷൻ തന്നെയാണ്. കാര്യം നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ സക്സസ് ആവൂ. അദ്ദേഹം ആ റിസ്ക് എടുത്തു, സക്സസ് ആയി. എല്ലാവരും കൊതിക്കുന്ന ആ ഫീൽഡിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. സിനിമ. അദ്ദേഹം ഒരു സിനിമയിൽ നായകനായി, മറ്റൊരു സിനിമയിൽ ജയറാമിന്റെ കൂടെ അഭിനയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കരിയർ പീക്കിലെത്തി നിൽക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കായിരുന്നു ഈ ഒരു സംഭവം കൊണ്ട് അദ്ദേഹത്തിന് വല്ല നഷ്ടവുമുണ്ടോ? അദ്ദേഹത്തിന് ഒരു നഷ്ടവുമില്ല. കാര്യം അദ്ദേഹം ഇപ്പോൾ വലിയൊരു സ്റ്റാർഡമുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. എന്നാൽ ആ പോയ വ്യക്തിക്കാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് അതിന് നഷ്ടമാകാൻ പോകുന്നത്. പോയതാരുടെ? ബസ് ഡ്രൈവറിന്റെ കൂടെ, ഒരു സാധാരണക്കാരന്റെ കൂടെ. അല്ലെങ്കിലും അയാൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. ചിലപ്പോൾ പരസ്പരം പ്രണയത്തിലായിരിക്കാം, എന്നാലും അയാൾക്ക് വേണം പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു, ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജീവിക്കാമെന്ന്. ഇതിന് വേറെന്ത് പേരാണ് പറയുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിന് ഭീഷണിയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ശരി, ഒരു സ്ത്രീക്ക് അവകാശമുണ്ട് ആരുടെ കൂടെ ജീവിക്കണമെന്ന്. എന്നാൽ അത് നിയമപരമായി തന്നെ, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അയാളുടെ കൂടെ പോകണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നാണം കെടുത്തി. ഇപ്പോൾ അദ്ദേഹം എത്രത്തോളം അദ്ദേഹം നാണം കെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നമുക്കിപ്പോൾ പറയാം, അങ്ങനെയാണ് അവൾ പോട്ടെ, മറ്റേത് പോട്ടെ. എന്നാൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് തകർന്നിരിക്കും അദ്ദേഹം. ഇത് സ്റ്റാർഡമുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. പിന്നെ കുറെ പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ പൊക്കി, അല്ലെങ്കിൽ മറ്റവളാണ് തെറ്റുകാരി, അദ്ദേഹം ശരിയാണ്. ഇവരൊക്കെ ജസ്റ്റ് റീച്ചിന് വേണ്ടി, അതായത് പോയ ഉടനെ വീഡിയോകൾ ഇടുകയാണ്. ആരോടാ പറയുന്നേ? വ്യൂവേഴ്സിനോട്. എന്തിന്? പൈസയ്ക്ക് വേണ്ടി. ഞാൻ എന്തുകൊണ്ട് 3-4 ദിവസം കഴിഞ്ഞ് വീഡിയോ എടുക്കുന്നു? എനിക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാര്യം എനിക്ക് അങ്ങനെ ഒരാളുടെ ജീവിതം പിച്ച് ചീന്തിയുള്ള പൈസ വേണ്ട. അതുകൊണ്ടാണ് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് അധികം വ്യൂ പോലും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ ഈ ഒരു ടോപ്പിക് ട്രെൻഡിങ്ങിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും അത് വിശ്വസിക്കാനാവുന്നില്ല. കാര്യം അദ്ദേഹത്തെ പോലുള്ള സ്റ്റാർഡമുള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് ബസ് ഡ്രൈവറുടെ കൂടെ എങ്ങനെ അവർക്ക് പോകാൻ സാധിച്ചു? ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ, അദ്ദേഹം വളരെ വിശ്വാസ്യതയോടുകൂടി, അല്ലെങ്കിൽ വിശ്വസിച്ച് തന്റെ ഭാര്യയെ പഠിക്കാൻ അയക്കുന്നു. ഭാര്യ പോകുന്ന ബസ്സിലെ കണ്ടക്ടർ അവരെ വളച്ചെടുക്കുന്നു, ചാടിച്ചു കൊടുക്കുന്നു. ഇവർക്കൊന്നും വിവരമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്ര സ്റ്റാർഡമുള്ള ഒരു വ്യക്തിയെ വിട്ടിട്ട്, അല്ലെങ്കിൽ കാര്യം ഇത് ലോകം മൊത്തം അറിഞ്ഞ് നാണക്കേടാകില്ലേ? ഇവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. 2 ഫാമിലിക്കും അല്ലേ നാണക്കേട്? അതിൻ്റെ ഇടയ്ക്ക് കുറെ വീഡിയോ ഇറക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ അഭിപ്രായം, അല്ലെങ്കിൽ ആ യൂട്യൂബർ ഒരു മോശമായ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. അങ്ങനെ കുറെ ഫേക്ക് തംബ്നെയിലൊക്കെ വെച്ച് കുറെ വീഡിയോകളൊക്കെ ഇറക്കുന്നുണ്ട്.
ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ജസ്റ്റ് റീച്ചിന് വേണ്ടി, അതായത് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല്, ആ ഒരു മാനസികാവസ്ഥ ഉള്ളവന്മാരാണ് കൂടുതലും ഈ വീഡിയോ ഇടുന്നത്. മെയിൻ റീച്ച്, പൈസ, അതല്ലാതെ വേറൊന്നും ആർക്കും ഒന്നും വേണ്ട. ഏതാ എല്ലാവരും റീച്ച്. ഒരുത്തനാണെങ്കിൽ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കൂട്ടുകാരനാണ് അദ്ദേഹം, ഒരു ബിഗ് ബോസ് താരമാണ്, പ്രമുഖനാണ്. അദ്ദേഹത്തിനൊക്കെ ഇത്ര ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് റീച്ചുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വന്തം കൂട്ടുകാരനെ പിച്ച് ചീന്തി എന്തിന് ഇങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും മൊത്തത്തിൽ പെണ്ണുങ്ങൾക്ക് പണമാണ് വലുതെന്നാണ് ഒരു വെപ്പ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ റീൽസും സോഷ്യൽ മീഡിയ സിനിമയൊക്കെ പറയുന്നത്. അതിന് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു സംഭവം. പെണ്ണുങ്ങൾക്ക് പൈസയല്ല വേണ്ടത്, കെയറിങ് ആണ്. കെയറിങ് ഇല്ല ചാടിപ്പോവും ഏതിലെ ഏട്ടായുടെ കൂടെ.